السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത ജീവിതത്തിൽ എപ്പോഴും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ എന്ന വലിയ ഗുണം ശീലിച്ചെടുക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് അത് നിത്യേന നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും അതിലെ മാതൃകകൾ പിൻപറ്റാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ 10-ാം വർഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സീറയുടെ പ്രയാണം ഇങ്ങനെ ഓരോ വർഷങ്ങൾ പിന്നിട്ട് ഹിജ്റ കഴിഞ്ഞ് 10 വർഷങ്ങളെത്തി. 10-ാം വർഷത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ചില നാടുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് സ്വഹാബിമാരെ അവിടുത്തെ കൈകാര്യകർത്താക്കളായി നിയോഗിച്ച് അവിടുത്തെ ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനും അവിടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് നടപ്പാക്കാനും ഒക്കെയായി നിയോഗിച്ചത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഒരു പ്രബോധകൻ എന്ന നിലയിൽ, ഒരു നാട്ടിലേക്ക് ചെല്ലുന്ന ആളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ മാതൃകയായി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സ്വഹാബിമാർക്ക് നൽകിയ ഉപദേശങ്ങൾ അത് എത്രത്തോളം വലിയ സൗന്ദര്യമുള്ളതും ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായതുമാണ് എന്നും നമുക്ക് അത്തരം ഉപദേശങ്ങളുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനും നൽകിയ ഉപദേശങ്ങൾ യസ്സിറ വലാ തുഅസ്സിറ. മുആദ്, അതുപോലെ തന്നെ അബൂ മൂസ, നിങ്ങൾ രണ്ടുപേരും അവിടെ യമനിൽ ചെന്ന് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ യസ്സിറ വലാ തുഅസ്സിറ, ഇസ്ലാമിനെ ലളിതമായാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് പരിശ്രമിക്കേണ്ടത്. വലാ തുഅസ്സിറ, ബുദ്ധിമുട്ടും പ്രയാസവും നിറഞ്ഞ എന്തൊക്കെയോ ചില കുറേ നിയമക്കുരുക്കുകളും കുറേ സങ്കീർണമായ കുറേ ചിട്ടവട്ടങ്ങളുമുള്ള ഒരു ഭയങ്കര ഒരു മതമായി ഇസ്ലാമിനെ പഠിപ്പിക്കരുത്. ആളുകളുടെ മനസ്സിനും അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങൾക്കും അവരുടെ നാടിനും ഒക്കെ അനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവർക്ക് ഏറ്റവും നന്നായി ലളിതമായ ജീവിതത്തിൽ ക്രമീകരിക്കാൻ പറ്റുന്ന, ചിട്ടപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു നിരവധി ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയതും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആ നാട്ടിലുള്ള പല പ്രശ്നങ്ങളെയും, ഉദാഹരണത്തിന് ആ നാട്ടിൽ ആളുകൾ ഉപയോഗിക്കുന്ന മദ്യം, വിവിധ തരം മദ്യം, ഗോതമ്പിൽ നിന്നും അതുപോലെ തന്നെ തേനിൽ നിന്നുമൊക്കെ വാറ്റിയെടുക്കുന്ന മദ്യങ്ങളെക്കുറിച്ച് പ്രവാചകനോട് സംശയം ചോദിക്കുന്നതും അതിന് ഈ ലോകാവസാനം വരേക്കുമുള്ള മാനവരാശിക്ക് ഉപകാരപ്രദമാകുന്ന വിധം ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഏതായിരുന്നാലും അത്തരം പ്രവാചകന്റെ
പ്രബോധകന്മാരോടുള്ള ഉപദേശം അതെല്ലാ മുസ്ലിമിനും യോജിച്ചതാണ്. ഓരോ കാലഘട്ടത്തിലും, വിശിഷ്യ ഈ കാലഘട്ടത്തിൽ തൗഹീദിന്റെ യഥാർത്ഥ ആദർശത്തിന്റെ ആളുകൾ അതെല്ലാ കാലത്തും തുലവും വിരളമായിരിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിലും യഥാർത്ഥ ഇസ്ലാമിനെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ദീനിനെ, ചര്യയെ, സുന്നത്തിനെ പിൻപറ്റാൻ പരമാവധി ശ്രമിക്കുന്ന, അതിനോട് അടുത്ത് നിൽക്കുന്ന, എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ, അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു ഗുണം കൂടിയാണത്. പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമൊക്കെ അതൊക്കെ തിരിച്ചറിഞ്ഞ് ശരിയായ ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക് ഒക്കെ തിരിച്ചു വരുന്ന, അതിലേക്ക് മാറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു മലയാളത്തിൽ ആരംഭശൂരത്വം എന്നൊക്കെ പറയാറുള്ളത് പോലെ തുടക്കത്തിൽ ഒരു കത്തലുണ്ടാകും. പലപ്പോഴും അത് ഇത്ര നാൾ താൻ ജീവിച്ചിരുന്ന, താൻ ഇടപെട്ടിരുന്ന ആളുകളെയൊക്കെ വെറുപ്പിക്കുന്ന ഒരു കോലത്തിലേക്ക് വരെ അതിൻ്റെ ഒരു രൂക്ഷത എത്തിച്ചേർന്നേക്കാം. അപ്പോഴൊക്കെയും മൊത്തത്തിലും എല്ലാ ആളുകളെയും ഏതെങ്കിലും ആളുകളെ പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് സൂചിപ്പിച്ചതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പോലെ ആളുകൾക്ക് ഈ ദീൻ മനസ്സിലാകണമെന്നും അവർ സത്യം ഉൾക്കൊള്ളണമെന്നും അവരും കൂടി നമ്മളോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് വരണം എന്നുമുള്ള ഗുണകാംക്ഷയുടെ നസീഹത്തിന്റെ നിലപാടാണ് അവിടെയൊക്കെ ഏതൊരു വാക്കിലായാലും ഒരു നോക്കിലായാലും പ്രവൃത്തിയിലായാലും നമുക്കുണ്ടാകേണ്ടത്. ഏതെങ്കിലും ആളുകളെ തർക്കിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാക്പ്രയോഗങ്ങൾ നടത്തി തറ പറ്റിച്ചോ ഒക്കെ മറ്റുള്ളവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാമെന്ന് ശ്രമിച്ചാൽ അതൊരിക്കലും നടക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറ്റു ഉപദേശം നമുക്ക് കാണാമല്ലോ. വലാ തുനഫിറ, രണ്ടുപേരും നിങ്ങൾ ആളുകളെ വെറുപ്പിക്കരുത്, ആളുകളെ ആട്ടിയകറ്റരുത്. നമ്മുടെ ഒരു സംസാരം കൊണ്ട്, നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട്, നമ്മുടെ ഒരു പ്രയോഗം കൊണ്ട് ഒരു മനുഷ്യൻ ഈ ദീൻ മനസ്സിലാക്കുന്നത് പിന്തിരിഞ്ഞു പോകരുത്. ആളുകൾ നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ ഇടപെടൽ കൊണ്ടും നമ്മുടെ മാതൃകകൾ കണ്ടും ആളുകൾ ദീനിലേക്ക് കൂടുതൽ അടുക്കാനും, ഈ ദീൻ എന്നത് ഏതൊരു മനുഷ്യനും വളരെ ലളിതമായി പിൻപറ്റാൻ കഴിയുന്ന ഒന്നാണ്. വളരെ എളുപ്പമാണ് ഈ ദീൻ. അല്ലാതെ ഏത് കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്ക് യോജിക്കാത്ത കുറച്ച് ഈ പണ്ഡിതന്മാരെന്നോ അല്ലെങ്കിൽ പുരോഹിതന്മാരെന്നോ മറ്റു പല മതങ്ങളിലുള്ളതുപോലെ ചില സന്യാസിമാർക്കൊക്കെ മാത്രം അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നൊന്നും ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തരുത്. അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കരുത് എന്നാണല്ലോ മറ്റുള്ളവർക്ക് മാതൃകയാകാനായി പ്രബോധകന്മാരായി അയച്ച, യമനിലേക്ക് അയച്ച ഈ രണ്ട് സ്വഹാബിമാരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് അദ്ദേഹത്തെ യാത്രയേക്കുന്ന രംഗം പറഞ്ഞുകൊണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടൊപ്പം മദീനക്ക് പുറത്ത് അല്പസമയം വരെ കൂടെ നടന്നു. അത് പല ചരിത്ര സന്ദർഭങ്ങളിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അത് അറബികളുടെ ഒരു പതിവാണ് എന്ന് മാത്രമല്ല ഇസ്ലാമിലൊരു സുന്നത്ത് കൂടിയാണ്. ഒരു മനുഷ്യൻ നമ്മുടെ അടുക്കൽ വന്ന് തിരിച്ച് യാത്ര പോവുകയാണ് എങ്കിൽ കുറച്ച് സമയം അയാളെ അനുഗമിക്കുക എന്നത്, കുറച്ച് ദൂരം അല്പം ഒരകലം വരെ അയാളുടെ കൂടെ പോയി അയാളെ യാത്രയാക്കുക എന്നത് ഒരു സുന്നത്ത് കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ അനുവർത്തിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാൽനടയായി നടന്നു. മുആദ് റളിയല്ലാഹു ഒട്ടകപ്പുറത്താണ് അദ്ദേഹം യാത്ര പോകുന്നത്. നേരെ യമനിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ ഒട്ടകപ്പുറത്ത് മുആദ് റളിയല്ലാഹു അൻഹു താഴെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു ഇങ്ങനെ മദീനയുടെ പുറത്തേക്ക് ഇങ്ങനെ പോയി. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവോട് മാത്രം ഇങ്ങനെ വിടവാങ്ങുന്ന ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. മുആദ്, ഒരു പക്ഷേ അടുത്ത വർഷം നിനക്കെന്നെ കാണാൻ പറ്റി എന്ന് വരില്ല. നീ യമനിലേക്ക് പോയി, ഇതിപ്പോൾ ഹിജ്റ 10ആണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സന്ധ്യയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അവസാനിക്കാറായി പ്രവാചകന്റെ ജീവിതം. അതുകൊണ്ട് മുആദ്, അടുത്ത വർഷം നീ ഒരു പക്ഷേ നീ എന്നെ കണ്ടു എന്ന് വരില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, അതാ മദീനയിലെ എൻ്റെ പള്ളി, അവിടെ കൂടിയായിരിക്കും, അതിൻ്റെ ചാരത്ത് കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഖബറിൻ്റെ അടുത്ത് കൂടിയായിരിക്കും മുആദ് ഒരുപക്ഷെ നീ ഇനി നടന്നു പോവുക, നേരിൽ കാണാൻ ഇനി അവസരം ഉണ്ടായെന്ന് വരില്ല. മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ പ്രവാചകൻ എന്നുള്ള വേർപാട് ആലോചിച്ച് ആ വിഷമം വളരെയേറെ മനപ്രയാസമുണ്ടാക്കിയ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നല്ലതുപോലെ കരഞ്ഞു. പിന്നെ മദീനയുടെ
നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടുമായി പറയുന്ന വാചകങ്ങളാണ്. മുആദ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ. പ്രവാചകന്റെ കൂടെ ജീവിതകാലത്ത് ഒരുമിച്ച് ചേർന്ന് പ്രവാചകന്റെ കൂടെ സഹവസിച്ച് അല്ലാഹു റസൂലിന്റെ കൂടെ ഒന്ന് ചേർന്ന് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിമാർ, അവർ ഇപ്പോൾ ഈ ഹിജ്റ 10 തുടക്കത്തിൽ അല്ലാഹു റസൂൽ നിയോഗിക്കുകയാണ് പല നാടുകളിലേക്ക്, വിദൂര സ്ഥലങ്ങളിലേക്ക് പ്രബോധകനായി. അല്ലാഹു റസൂൽ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, ആ നാട്ടിൽ പ്രവാചകന്റെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്ന ആളുകളെ റസൂൽ പറഞ്ഞേക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ. എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവർ, അടുപ്പമുള്ളവർ അത് തഖ്വ പാലിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ സൂക്ഷ്മതാബോധമുള്ള ആളുകളാണ്. റബ്ബിനെ പേടിക്കുന്ന, ഞാൻ എൻ്റെ കൽപ്പനകൾ അതുപോലെ തന്നെ വിരോധനങ്ങൾ അതൊക്കെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന, പ്രവാചക ചര്യ പിന്തുടരുന്ന, അവർ തഖ്വ പാലിക്കുന്ന ആളുകളാണ് എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകൾ, എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ. മൻ കാനു വഹൈസു കാനു. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. ആ വാക്കുകൾക്ക് ആ സന്ദർഭത്തിലുള്ള പ്രസക്തി എന്നതിനപ്പുറത്ത് എല്ലാ കാലത്തും ആ വാക്കിന് പ്രസക്തിയുണ്ട്. അല്ലാഹു റസൂൽ പറയാണ്, മൻ കാനു വഹൈസു കാനു. അവരാരായിരുന്നാലും, വഹൈസു കാനു, അവർ എവിടെയായിരുന്നാലും, ഏത് കാലത്തായിരുന്നാലും, അഥവാ ഇപ്പൊ മുആദ് നീ വേർപെട്ടു പോവുകയാണെങ്കിലും ജീവിതത്തിൽ തഖ്വ പാലിക്കുന്ന ഒരു മുത്തഖി എന്ന നിലക്ക് മുആദ് എന്നോട് ഏറ്റവും അടുത്തവൻ നീ തന്നെ ആയിരിക്കും. അഥവാ അള്ളാഹുവിന്റെ റസൂലിനോട് അടുക്കാനും പ്രവാചകന്റെ സാമീപ്യം സിദ്ധിക്കാനും നാളെ പരലോകത്തായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഒന്നു ചേരാനും നമുക്ക് ഭാഗ്യമുണ്ടാവുക അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പനകൾ, പ്രവാചകന്റെ സുന്നത്തുകൾ അത് ജീവിതത്തിൽ പിന്തുടരുമ്പോഴാണ്. ആ സൂക്ഷ്മതാബോധം ജീവിതത്തിൽ വളർത്തിയെടുക്കുമ്പോഴും ഒരു മുത്തഖിയായി ജീവിക്കുമ്പോഴാണ്. മൻ കാനു വഹൈസു കാനു. അവരെവിടെയായിരുന്നാലും, അത് ആരായിരുന്നാലും, ഈ ബന്ധുത്വം, പ്രവാചകനുള്ള അടുപ്പമുണ്ടാകുന്നത് ഈ ഗുണം ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ പ്രവാചകന്റെ കൂടെ ഭൗതികമായി ഒരാൾ മദീനയിലുണ്ട് എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്തവനാവാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്തവനാവാൻ, പ്രവാചകനെ പിൻപറ്റുന്ന ഒരാളാവാൻ, ആ പ്രവാചക ചര്യ, ആ പ്രവാചകൻ പഠിപ്പിച്ച ആദർശങ്ങൾ, നയനിലപാടുകൾ, മര്യാദകൾ, സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന് കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത പ്രവാചകനോട് കൂടുതൽ ബന്ധമുള്ള ആളായി ഓരോരുത്തരും മാറുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ യമനിലേക്ക് അന്ന് യമനിന്റെ ഒരു ഭാഗത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രബോധകനായി പോയ മുആദ് റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്താണ് മുആദ് റളിയല്ലാഹു അൻഹു പിന്നെ ഇവിടേക്ക് തിരിച്ചു വരുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജിന്റെ അമീറായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ എന്ന നിലക്ക് നിശ്ചയിച്ചപ്പോൾ ആ സമയത്താണ്, ആ ഹജ്ജിന്റെ സമയത്താണ് മുആദ് റളിയല്ലാഹു അൻഹു പിന്നീട് തിരിച്ചു വരുന്നത്. അങ്ങനെ അദ്ദേഹം, അതുപോലെ തന്നെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇവർ യമനിലേക്ക് പോയി. യമൻ എന്ന് പറയുന്ന പ്രദേശം വളരെ വിശാലമായൊരു പ്രദേശമാണ്, വളരെ സമ്പന്നമായൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ ചരിത്രത്തിലും ഇന്നും ഒരുപാട് പ്രത്യേകതകളാൽ അറിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് യമൻ. യമനിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അറബികളുടെ ഉറവിടം അല്ലെങ്കിൽ അറബികളുടെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കു ഭാഗത്തുള്ള യമനാണ്. അറബികളുടെ തുടക്കം, അവരുടെ അടിസ്ഥാന ഗോത്രങ്ങൾ, അവരുടെ പ്രധാനമായി അറബികൾ ചിന്തിച്ചെറിയ ഉത്ഭവം, ഗോത്രം, ഇതൊക്കെ യമനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ യമൻ എന്ന് പറയുന്ന വലിയ പ്രദേശത്തേക്ക് ഇപ്പോൾ മാത്രമല്ല പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെയുള്ള പല ഗോത്രങ്ങളും ഈ പറഞ്ഞ സംഭവത്തിന് ശേഷവും ഇസ്ലാമിനോട് എതിരിട്ട് നിൽക്കുന്ന ഗോത്രങ്ങളുണ്ടായിരുന്നു. ഹമദാൻ ഗോത്രം പോലുള്ള ഗോത്രങ്ങൾ. അവിടേക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും അയച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ വിശദീകരിക്കാം. അതുപോലെ തന്നെ ഹിജ്റ 10 അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മകൻ, മാരിയ റളിയല്ലാഹു അൻഹയിൽ ജനിച്ച മകൻ ഇബ്രാഹിം. ആ മകൻ മരണപ്പെടുന്നത് ഹിജ്റ 10-ലാണ്. 16 മാസം മാത്രം പ്രായമുള്ള ആ മകനെ അന്നത്തെ അറബികളുടെ പതിവനുസരിച്ച് മറ്റുള്ള ആളുകളുടെ അടുക്കൽ മുല കുടിക്കാൻ വിടുമല്ലോ. അപ്പോൾ അബൂ സീഫ്, ഉമ്മു സീഫ് എന്ന് പറയുന്ന ദമ്പതികളുടെ അടുക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇബ്രാഹിമിനെ മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അബൂ സീഫ് എന്ന് പറയുന്ന
ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ആ മനുഷ്യൻ ഒരു ഇരുമ്പ് പണിക്കാരനായി, ഇരുമ്പിൻ്റെ ആല വീട്ടിൽ സെറ്റ് ചെയ്ത് അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദഖൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സൈഫുൽ ഖൈൻ. അബൂ സൈഫുൽ ഖൈൻ അഥവാ ഇരുമ്പ് പണിക്കാരനായ അബൂ സൈഫിന്റെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിമിനെ ഏൽപ്പിച്ച മുലകൂടി ബന്ധത്തിലെ ആ ഉപ്പയായ അബൂ സൈഫിന്റെ വീട്ടിൽ ഞാനും പ്രവാചകനും കൂടി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മകൻ രോഗബാധിതനായിരുന്നു, പനി ബാധിച്ചിരുന്നു, വിറക്കുന്ന അവസ്ഥയിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മകനെ എടുത്തു, ചുംബിച്ചു, മാറോട് ചേർത്തു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിച്ചു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂലിന്റെ എപ്പോഴുമുള്ള പരിചാരകനാണല്ലോ, ഭൃത്യനാണല്ലോ. ഇബ്രാഹിം ഒരു അന്ത്യഘട്ടത്തിലേക്ക് എത്താൻ മരിക്കാൻ പോവാണ്. ചെറിയ കുട്ടി മരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിങ്ങനെ നോക്കി. അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. ഇത് കണ്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ വീട്ടിലുണ്ട്, അവിടെയുണ്ട്. പ്രവാചകൻ കരയുന്നത് ഇങ്ങനെ കാണുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സുപരിചിതനാണല്ലോ. അദ്ദേഹം ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളോ? അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ കരയേ? നിങ്ങൾ ഇത്ര വലിയ ഉന്നതനായ പ്രവാചകനായ അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ കരയുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്ന ഔഫ് ഇന്നഹാ റഹ്മ. അല്ലയോ ഔഫിന്റെ മകനെ, അത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. ഒരു മകൻ മരിക്കുമ്പോൾ, മരണാസന്നായി കിടക്കുമ്പോൾ ഒരു ഉപ്പയ്ക്കുണ്ടാകുന്ന ആ മകനോടുള്ള കാരുണ്യമാണ്, അത് സ്വാഭാവികമാണ് എന്ന് പറയുകയും ചെയ്തു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഐന തദ്മഅ, തീർച്ചയായും കണ്ണുകൾ കരയും, കണ്ണിൽ നിന്ന് വെള്ളം വരും, കണ്ണുനീര് വരും. വൽ ഖൽബു യഹ്സുൻ, ഹൃദയത്തിന് മനസ്സിന് വിഷമമുണ്ടാവും. ഇതൊക്കെ ഒരു മനുഷ്യനുണ്ടാകുന്നതാണ്. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, പക്ഷേ എന്ത് തന്നെ വന്നാലും അതൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഒരു മകൻ മരിച്ചു പോവുക, ഒരു സന്താനം നഷ്ടപ്പെട്ടു പോവുക എന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണെന്ന് പറയേണ്ട കാര്യമില്ല. അത് ഇന്നത്തെ കാലത്ത് ഓരോരോ കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആളുകൾ നെട്ടോട്ടമോടുന്ന ഈ കാലത്ത് ഒരു കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയും അതുപോലെ തന്നെ സ്വസ്ഥമായ ഒരു മക്കളും ഭാര്യയും കുടുംബവും ഒക്കെയുള്ള ജീവിതത്തിൻ്റെയും പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തൊക്കെ വന്നാലും എത്ര വലിയൊരു പ്രയാസമാണിത്. ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രയാസമാണ്. ഒരു മനുഷ്യനെ പോലെ, നമ്മളൊക്കെ പോലെയുള്ള ഒരു സാധാരണക്കാരെ പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണമാണിത്. പക്ഷെ എന്തു വന്നാലും വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന വാചകമല്ലാതെ മറ്റൊന്നും നമ്മുടെ വായിൽ നിന്ന് വരില്ല. അഥവാ ഇത്തരത്തിലുള്ള പല സന്ദർഭങ്ങളിൽ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ അത്രയേറെ ഉണ്ടാകുന്ന മാനസിക പ്രയാസം കാരണം, വിഷമം കാരണം പല വാചകങ്ങളും അറിയാതെ പോലും വന്നു പോകാറുണ്ട്. എന്നാലും പടച്ചവൻ എനിക്ക് മാത്രം ഇങ്ങനെ തന്നത്, അങ്ങനെ പോലുള്ള വാചകങ്ങൾ നമുക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തോന്നിയേക്കാം. എനിക്കെന്താണ് ഇങ്ങനെ ഒരു പ്രയാസം, പടച്ചവൻ എന്നെ മാത്രം എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്, വേറെന്തുകൊണ്ട് പരീക്ഷിച്ചാലും ഇതുകൊണ്ട് വേണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ പടച്ചവൻ ഇഷ്ടമില്ലാത്ത പല വാചകങ്ങളും വരാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തു വന്നാലും അള്ളാഹുവിന്റെ വിധിയെ അംഗീകരിക്കുന്നു. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താത്തൊരു വാചകം പോലും നമ്മുടെ വായിൽ നിന്ന് വരില്ല. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, അല്ലയോ ഇബ്രാഹിം, നിന്നെ വേർപിരിയുന്നതിൽ, നീ മരിക്കുന്നതിൽ തീർച്ചയായും നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇതേ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം കുടുംബത്തോട്, മക്കളോട്, വീട്ടുകാരോടൊക്കെ ഇത്രയേറെ കാരുണ്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വേറൊരാളെയും എനിക്കറിയില്ല ഇത്രയേറെ സ്വന്തം മക്കളെയും അതുപോലെ തന്നെ ഭാര്യമാരെയും വീട്ടുകാരെയും ബന്ധങ്ങളെയും ഒക്കെ പരിഗണിക്കുന്ന, കുടുംബത്തോട് ഇത്രയേറെ കാരുണ്യമുള്ള, റഹ്മത്തുള്ള ഒരാളെയും എനിക്കറിയില്ല. മദീനയിലെ ബഖീഅയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന് പറയുന്ന മകനെ അടക്കം ചെയ്തത്, ഖബറടക്കിയത്. അതുപോലെ തന്നെ ഈ ഇബ്രാഹിം എന്ന മകൻ മരിക്കുന്ന ആ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി.
മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഇൻകസഫത്തി ശംസു യൗമ മാത ഇബ്രാഹിം. പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ അന്ന് സൂര്യഗ്രഹണമുണ്ടായി. സൂര്യൻ എന്ന ഗ്രഹണം ബാധിച്ചു. അപ്പൊ ജനങ്ങളൊക്കെ പറഞ്ഞു ഇൻകസഫത്ത് ലിമൗതി ഇബ്രാഹിം, അല്ലാഹുവിന്റെ റസൂലിന്റെ മോൻ മരിച്ചതുകൊണ്ടാണ് ഇന്ന് സൂര്യഗ്രഹണം ഉണ്ടായത്. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ കാലത്ത് പോലും ഓരോ ആളുകൾ, ആൾ ദൈവങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിനുള്ളിൽ തന്നെ കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കേന്ദ്രമായ പല ആൾ ദൈവങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നൊക്കെ പറയുന്ന ആളുകളും അവരുടെയൊക്കെ പേരിൽ പ്രചരിക്കുന്ന പലതരത്തിലുള്ള കള്ളക്കറാമത്തുകളും ഒക്കെ ചേർത്ത് വെച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗത്ത് സ്വന്തം മകൻ മരിച്ച ദിവസം സൂര്യഗ്രഹണം ഉണ്ടാവുന്നു. അപ്പൊ ആളുകളൊക്കെ പറയുന്നു അത് ഇബ്രാഹിം മരിച്ചതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മോൻ മരിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇത് തിരുത്തുകയാണ് ചെയ്യുന്നത്. മൗനം പാലിക്കുക പോലുമല്ല, കാരണം അത് തിരുത്തപ്പെടേണ്ട വിശ്വാസമാണ്. ഒരാളുടെ മരണം കൊണ്ടോ അല്ലെങ്കിൽ എത്ര വലിയ ഉന്നതനായ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ടോ ഇങ്ങനെ പ്രപഞ്ചത്തിൽ സൂര്യഗ്രഹണമോ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രപഞ്ചത്തിലെ മറ്റേതെങ്കിലും പ്രതിഭാസമോ ഒന്നും നടക്കുന്നത് കൊണ്ടല്ല. അതൊക്കെ അള്ളാഹുവിന്റെ ഒരു മുൻ നിശ്ചയപ്രകാരം കൃത്യമായ സംവിധാനവും വ്യവസ്ഥയും കൂടിയാണ്. അതിൽ ആരുടെയെങ്കിലും മരണമോ ജനനമോ അല്ലെങ്കിൽ അയാളുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും അതിനെ ബാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നശംസ വൽ ഖമർ ആയതാനി മിൻ ആയാത്തില്ലാ. തീർച്ചയായും സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ അള്ളാഹുവിന്റെ നിരവധി ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് ഇവ. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. ഒരാൾ ജീവിച്ചു അല്ലെങ്കിൽ മറ്റൊരാൾ മരിക്കുന്നു എന്നതുകൊണ്ട് ഇതിനൊന്നും ഗ്രഹണം ബാധിക്കുകയോ ഇതൊന്നും മാഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരാൾ ജീവിച്ചാലും മരിച്ചാലും അത് തന്നെ. ഫൈദാ റഅയ്തുമുഹുമാ, ഇനി ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഇതൊക്കെ ഇനിയും വരും. പ്രവാചകനും ജീവിതത്തിലും മറ്റു പലപ്പോഴും ഇത് ഉണ്ടായിട്ടുമുണ്ട്. ഇത് വന്നാൽ, ഇത് കണ്ടാൽ നിങ്ങളത് ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ ഒരു പക്ഷേ റബ്ബിന്റെ ശിക്ഷയായിരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. വസല്ലു ഹത്താ യൻജലി, ആ ഗ്രഹണം മാറുന്നതുവരെ, ആ ഗ്രഹണം പോകുന്ന, ആ ഗ്രഹണം നിലനിൽക്കുന്ന ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം. അതുകൊണ്ടാണല്ലോ സ്വലാത്തുൽ കുസൂഫ് എന്നുള്ള നിസ്കാരം ഇസ്ലാമിൽ സുന്നത്തായ നിസ്കാരമായി മാറിയത്. വളരെയേറെ ദീർഘമായി നിസ്കരിക്കുന്ന, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത്, അഥവാ ഒരു സൂര്യഗ്രഹണമോ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണമോ ആ ഗ്രഹണത്തിന്റെ സമയം മുഴുവൻ ഏകദേശം നീണ്ടു നിൽക്കുന്ന സ്വലാത്തുൽ കുസൂഫ് ഗ്രഹണ നിസ്കാരം എന്ന നിസ്കാരം തന്നെ ഉണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ, ഒരു പക്ഷേ പ്രവാചകൻ അന്നെങ്ങാനും ഈ ജനങ്ങളുടെ ഈ ഒരു വാക്കുകൾ കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ അത് എത്രയോ ആളുകൾ, ഇതിനല്ലാത്ത എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് തന്നെ ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിക്കുകയും അവരുടെ ആശയങ്ങൾക്കുള്ള തെളിവായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഏതൊരു വിശ്വാസവും അതിലില്ലാത്ത വികലമായ അന്ധമായ മറ്റേതെങ്കിലും വിശ്വാസങ്ങൾ കടന്നുകൂടുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ശ്രദ്ധയോടുകൂടി എതിർക്കുകയും അത് കൃത്യസമയത്ത് ജനങ്ങളിൽ നിന്ന് അത്ര വിശ്വാസങ്ങൾ കടന്നുകൂടുന്നതിനെ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി കാണാൻ കൽപ്പിച്ച് അതൊക്കെ അപ്പം തന്നെ തിരുത്തിപ്പോവുകയും ചെയ്തു എന്നതിന് ഒരു നിരവധി ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ സംഭവം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10 റബീഉൽ അവ്വൽ മാസത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ചില ഭാഗങ്ങളിലേക്ക് നിയോഗിക്കുകയുണ്ടായി. അവിടെയുള്ള ചില ഗോത്രങ്ങൾ, അവരുമായി സംഘടനകൾ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം ഗോത്രങ്ങളായിരുന്നില്ല. അതുപോലെ തന്നെ ഇസ്ലാമിനോട് എതിരിട്ട് നിൽക്കുന്ന പല ഗോത്രങ്ങൾ, നാം നേരത്തെ പറഞ്ഞ ഹമദാൻ പോലുള്ള ഗോത്രങ്ങൾ അപ്പോഴും ഒരു ഇസ്ലാമിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ആക്രമണ സ്വഭാവത്തിൽ നിലനിൽക്കുകയും ചെയ്ത ഗോത്രങ്ങളുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ അവരുടെ അടുത്തേക്ക് അയച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ അദ്ദേഹം അതുപോലെ തന്നെ ആ നാട്ടുകാർ തമ്മിൽ പല സംഘടനകൾ ഉണ്ടായി. അദ്ദേഹത്തിന് പുറമെ ഈ യുദ്ധ മുതലുകൾ, അതിൽ നിന്നുള്ള 5-1 ഖുമുസ് എന്ന് പറയുന്ന അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ വിഹിതം ഉൾക്കൊള്ളുന്ന ആ 5 ഖുമുസ് എന്നറിയപ്പെടുന്ന അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൈകാര്യകർത്താവായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പിറകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രബോധകൻ കൂടിയായിട്ടാണ് അയച്ചത്. ഈ യുദ്ധ മുതലുകളിൽ നിന്ന് ഈ മദീനയിലേക്ക് എത്തിക്കേണ്ട മുതലുകൾ എത്തിക്കാനും അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാനും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, അതുപോലെ തന്നെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാനും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അവർക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ, ചില തർക്കങ്ങൾ, അതിനൊക്കെ വിധി പറയാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അലി റളിയല്ലാഹു അൻഹു കൂടെ അയക്കുന്നത്.
അപ്പോൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു നമുക്കറിയാം, അദ്ദേഹം അന്നും വളരെ ചെറുപ്പക്കാരനാണ്, പ്രായം കൊണ്ട് ഇളയ ആളാണ്. ഒരുപാട് മുതിർന്ന സ്വഹാബിമാരുണ്ട്. ഒരു സമൂഹത്തിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അതിന് വിധി പറയാൻ യോഗ്യതയും കഴിവും പ്രായവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും ഒക്കെയുള്ള പല മുതിർന്ന ആളുകളുണ്ട്. അപ്പോൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തബഅതുനി വഅന ശാബ്ബുൻ അഖ്ദി ബൈനഹും, ഞാൻ എങ്ങനെയാണ് പ്രവാചകരെ അങ്ങെന്താണ് എന്നെ അയക്കുന്നത്? ഞാൻ ചെറുപ്പക്കാരനാണ്, മറ്റുള്ള എന്നെക്കാൾ യോഗ്യതയുള്ള മറ്റൊരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വിധി കൽപ്പിക്കാൻ, ഇതിനിടയിൽ ഒരു ന്യായാധിപനാവാൻ എന്നെ നിയോഗിക്കുന്നതാണ്. വല അദ്രി മൽ ഖളാ, ഈ ഖളാ മറ്റുള്ളവർക്കിടയിൽ വിധി കൽപ്പിക്കുക, ഒരാൾക്ക് രണ്ടു പേർക്കിടയിൽ തർക്കങ്ങൾക്കിടയിൽ ഒരു ന്യായാധിപ സ്ഥാനം, മധ്യസ്ഥ സ്ഥാനം വഹിക്കുക, ഇതൊന്നും എനിക്കത്ര പരിചയമുള്ള അറിവുള്ള കാര്യമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കൈവെക്കുകയും ഒന്ന് അടിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് അദ്ദേഹത്തിന് മുസ്നദിൽ സ്വഹീഹായ നിലക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഹ്ദി ഖൽബഹു വസബ്ബിത് ലിസാനഹു, അല്ലാഹുവേ അലിയുടെ ഹൃദയത്തിനെ നീ നേർവഴിക്ക് നയിക്കണമേ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാവിന് നീ സ്ഥൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഉപദേശങ്ങൾ നൽകി അലി റളിയല്ലാഹുവിനോട്. രണ്ട് കക്ഷികൾക്കിടയിൽ ആ പ്രശ്നത്തിന് ഒത്തുതീർപ്പുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അലി, അല്ലയോ അലി, ഇദാ ജലസ ഇലൈക്കൽ ഖസ്ബാൻ, രണ്ട് കക്ഷികൾ നിന്റെ അടുത്ത് വന്നാൽ, തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടാളുകൾ, രണ്ട് കക്ഷികൾ നിന്റെ അടുത്തേക്ക് വന്നാൽ, ഫലാ തഖ്ദി ബൈനഹുമാ ഹത്താ തസ്മഅ മിനൽ ആഖർ മാ സമിഅത മിനൽ അവ്വൽ. വളരെ കൃത്യമായ നീതിബോധം പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങളാണ്. അലി, നിന്റെ അടുത്തേക്ക് രണ്ടാളുകൾ തർക്കവുമായിട്ട് വന്നാൽ അതിൽ ഒരാളുടേത് മാത്രം കേട്ട് നീ ഒരിക്കലും വിധി തീർപ്പാക്കരുത്. ആദ്യത്തെ ആളിൽ നിന്നും നീ കേട്ടത് അത്രയും തന്നെ രണ്ടാമത്തെ ആളിൽ നിന്നും, മറുകക്ഷിയിൽ നിന്നും നീ കേട്ട് രണ്ടു ഭാഗവും കേട്ട് മനസ്സിലാക്കി ഉറപ്പുവരുത്തിയതിനു ശേഷമേ നീ ഖളാ, മധ്യസ്ഥത വഹിക്കാവൂ, അവിടെ ഒരു വിധി പറയാവൂ. അലി റളിയല്ലാഹു അൻഹു അത് അങ്ങനെ തന്നെ നടപ്പാക്കുകയും പിന്നീട് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും, ഫമഖ്തലഫ അലയ്യ ഖളാഉൻ ബഅദു, ഞാനത് നടപ്പാക്കുകയും പിന്നെ എനിക്ക് ഈ വിധി പറയുന്ന വിഷയത്തിൽ എനിക്കൊരാശയക്കുഴപ്പമോ സംശയമോ ഒന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ നാട്ടിൽ ചെന്ന്, യമനിൽ ചെന്ന് അലി റളിയല്ലാഹു അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ യുദ്ധത്തിന് ശേഷം ലഭിച്ച യുദ്ധമുതലുകൾ അതിൽ മദീനയിലേക്ക് അയച്ചു കൊടുക്കേണ്ടവ, ആ ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് അദ്ദേഹം പല സ്വഹാബിമാരുടെയും അവിടെയുള്ള പല ആളുകളെയും ഉത്തരവാദിത്തത്തിൽ മദീനയിലേക്ക് അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ തന്നെ എത്തിച്ചു കൊടുക്കുകയുണ്ടായി. ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം ഗനീമത്ത് സ്വത്തുക്കൾ മദീനയിലേക്ക് പ്രധാനമായും അയച്ചത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, യമനിൽ നിന്ന് അവിടുത്തെ ഒരു ഖനിയിൽ നിന്ന് കുഴിച്ചെടുത്ത സ്വർണം, അത് പൂർണ്ണമായി വേർതിരിച്ചെടുക്കാതെ സ്വർണവും ആ ഖനിയുടെ മണ്ണും ഒക്കെ നിറഞ്ഞ രൂപത്തിൽ രണ്ടും കൂടി കൂടിച്ചേർന്ന അവസ്ഥയിൽ പൂർണ്ണമായും സ്വർണം വേർപെടുത്താത്ത രൂപത്തിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ആ ഗനീമത്ത് സ്വത്ത്, ഈ സ്വർണം ഒരു മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചിയിൽ അയച്ചു കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ആ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യമനിൽ നിന്ന് ഇങ്ങനെ ഒരു തോലിൽ പൊതിഞ്ഞ കുറച്ച് സ്വർണം പ്രവാചകൻ നമുക്ക് അയച്ചു കൊടുത്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ആളുകൾക്കിടയിൽ വീതിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ സുപ്രധാനമായ ഒരു സംഭവം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് 4 ആളുകൾക്കിടയിൽ വീതിച്ചു. അതിലൊന്ന് ഉയൈനത്ത് ഇബ്നു ബദർ, അതുപോലെ തന്നെ അഖ്റഅ ഇബ്നു ഹാബിസ്, ഈ പറയുന്ന ആളുകളൊക്കെ പ്രവാചകന്റെ അടുത്ത് ഹിജ്റ 9-ലും അതുപോലെ തന്നെ ഈ സമയത്തും ഒക്കെ മറ്റുമായി വന്ന് ഇസ്ലാം സ്വീകരിച്ച പല ഗോത്രങ്ങളുടെ നേതാക്കന്മാരും പ്രമുഖന്മാരുമായ വ്യക്തികളാണ്. അതുപോലെ തന്നെ സെയ്ദുൽ ഖൈൽ, ഈ 3 ആളുകൾ. അതുപോലെ തന്നെ 4-ാമത്തെ ആൾ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബിക്ക് സംശയമുണ്ട്, ഒന്നുകിൽ അൽഖമ അല്ലെങ്കിൽ ആമിർ ഇബ്നു തുഫൈൽ. ഈ 4 ആളുകൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചു ഈ കൊണ്ടുവന്ന ഈ സ്വർണം മാത്രം. അപ്പോ ആ കൂട്ടത്തിൽ കൂടിയിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, കുന്ന നഹ്നു അഹഖ ബിഹാദാ മിൻ ഹൗല, ഈ ആളുകൾക്ക്, ഈ പറഞ്ഞ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ഈ കുറെ നേതാക്കന്മാർ പ്രമുഖന്മാരായ ആളുകൾ, ഈ പറഞ്ഞ 4 ആളുകൾ, ഇവരെക്കാളൊക്കെ ഈ സ്വത്തിന് അർഹത നമുക്കാണ്. ഞങ്ങൾക്കാണ് ഈ പറഞ്ഞ സ്വത്തിന് കൂടുതൽ അർഹതയുള്ളത്. എന്തിനാണ് അവർക്ക് കൊടുത്തത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോൾ, ഇത് അറിഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അലാ തഅ്മനൂനി വഅന അമീനു മൻ ഫിസ് സമാ,
ആകാശത്ത് നിന്ന് യഅ്തീനി ഖബറു സമാഇ സ്വബാഹൻ വ മസാഅൻ, രാവിലെയും വൈകുന്നേരവും അഥവാ ദിവസം പല സമയത്തായി ആകാശത്ത് നിന്ന് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, അഥവാ പടച്ചവൻ പോലും വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ ദിവ്യ ബോധനങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തനായ, ആ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ച ഞാൻ, അമീനായ ഞാൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുക? എന്നെ നിങ്ങൾ എങ്ങനെയാണ് അവിശ്വസിക്കുക? ഈ വാചകം പറഞ്ഞയാൾ. അപ്പോൾ ഹദീസിന്റെ വിവിധ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. ആ മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ സ്വഹാബിമാർ ഉദ്ധരിക്കുന്ന, ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. കണ്ണുകൾ കുഴിഞ്ഞ, അതുപോലെ തന്നെ കവിളുകൾ തടിച്ച, നെറ്റി ഉന്തി നിൽക്കുന്ന നെറ്റിത്തടമുള്ള, നല്ല തിങ്ങിയ താടിയുള്ള, പൂർണ്ണമായി തല മൊട്ടയടിച്ച ഒരു മനുഷ്യൻ, ഒരു അരയിൽ മുണ്ട് മുറുക്കി കൊടുത്ത ഒരു മനുഷ്യൻ, അയാൾ എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇത്തഖില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണം. ശരിയായ രൂപത്തിലല്ല നിങ്ങൾ ആളുകൾക്ക് സമ്പത്ത് ഇങ്ങനെ കൊടുത്തത്, വീതം വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തിരിച്ചു പറഞ്ഞു, വൈലക, നിനക്ക് നാശം. അവലസ്തു അഹഖു അഹ്ലിൽ അർദി അൻ യത്തഖിയല്ലാഹ്, ഈ ഭൂമുഖത്ത് എന്നെക്കാൾ അധികം പടച്ചവനെ പേടിക്കാൻ ബാധ്യസ്ഥനായ മറ്റാരാണുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകനായ, അള്ളാഹു വിശ്വസിച്ചേൽപ്പിച്ച, അള്ളാഹുവിൻ്റെ വഹ്യ് ഈ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന എന്നെക്കാൾ പടച്ചവനെ പേടിക്കാൻ ബാധ്യതയുള്ള, കടമയുള്ള, ഉത്തരവാദിത്വമുള്ള ആൾ ലോകത്ത് വേറെ ആരാണുള്ളത്? ഞാനല്ലേ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കേണ്ടത്? ആ മനുഷ്യന് ഒന്നും പറഞ്ഞില്ല. അയാൾ തിരിഞ്ഞു നടന്നു. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, ഒരു റിപ്പോർട്ടിൽ ഇത് വീതം വെക്കുന്ന സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങളായി നമുക്കിത് കാണാൻ കഴിയും. യാ റസൂലല്ലാഹ് അലാ അദ്രിബു ഉനുഖ, അയാളുടെ തല, അയാളുടെ കഴുത്ത് ഞാൻ വെട്ടട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ലഅല്ലഹു അൻ യകൂന യുസല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഒരു പക്ഷേ ആ മനുഷ്യൻ നിസ്കരിക്കുന്ന ആളായിരിക്കാം, മുസ്ലിം ആയിരിക്കാം, നിസ്കരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകം മിൻ മുസല്ലിൻ യഖൂലു ബിലിസാനിഹി മാ ലൈസ ഫീ ഖൽബിഹി, എത്രയോ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, ഉള്ളിലുള്ളതൊന്നുമല്ല അവർ പുറത്ത് പറയുന്നത്, അവരുടെ ഉള്ളിൽ വേറൊന്നും, അഥവാ ഉള്ളിൽ കാപട്യവും, അതുപോലെ തന്നെ പുറത്ത് ഇസ്ലാം അഭിനയിച്ച് ജീവിക്കുന്ന മുനാഫിക്കുകൾ എമ്പാടുമുണ്ടല്ലോ, ഒരു നിസ്കരിക്കുന്നുണ്ടല്ലോ, അയാൾ ഒരു മുനാഫിക്കായിരിക്കും, അയാളെ കൊല്ലുന്നതിൽ ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പറഞ്ഞു, മുൻപും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല സന്ദർഭങ്ങളിലുള്ള മുനാഫിക്കുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രവാചകൻ സ്വീകരിച്ച നിലപാട് നമ്മൾ വീണ്ടും നമുക്ക് ആവർത്തിക്കാൻ കഴിയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലം ഉമർ അൻ അൻഖുബ അൻ ഖുലൂബിൻ നാസ്, ജനങ്ങളുടെ ഹൃദയം മാന്തി നോക്കാൻ, അതിനുള്ളിലുള്ളത് ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് അതിനുള്ളിൽ എന്താണ് ഉള്ളത് നോക്കാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. വല അശുഖ ബുതൂനഹും, അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് ചിക്കിച്ചികഞ്ഞ് അത് പിളർന്നു നോക്കാൻ എന്നോട് അള്ളാഹു ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്താണ് ഒരു പുറത്ത് നിസ്കരിക്കുന്ന ആളുകളാണോ, പുറത്ത് ഇസ്ലാം ആയി ജീവിക്കുന്ന, മുസ്ലിം ആയി ജീവിക്കുന്ന ആളുകളാണോ, നമ്മളും അവരോട് അങ്ങനെ തന്നെയാണ് ഇടപെടുക. അവരുടെ ഉള്ളിലുള്ളത് അള്ളാഹുവിൻ്റെ അടുത്താണ്, അതിനുള്ള തീരുമാനം അള്ളാഹുവാണ്, അതിൻ്റെ പിന്നീടുള്ള നടപടികൾ അവർക്ക് നേരെ സ്വീകരിക്കുക. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ തിരിഞ്ഞും നടന്നു പോവാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നോക്കിയിട്ട് സ്വഹാബിമാരോട് പറഞ്ഞു, അത് ചരിത്രത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള വലിയ, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പിന്നീടുണ്ടായ വലിയ ഒരുപാട് സംഭവ വികാസങ്ങളുടെ, വിശിഷ്യ ഇസ്ലാമിലെ പ്രഥമ കാലഘട്ടങ്ങളിൽ തന്നെ ഉണ്ടായ വ്യതിയാന കക്ഷികളുടെ ഒരു തുടക്കം കൂടിയാണ് ആ മനുഷ്യൻ എന്നാണ് പ്രവാചകൻ പറഞ്ഞു വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു യഖ്റുജു മിൻ ദിഇ ഹാദാ, ഈ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും അയാളുടെ സന്തതി പരമ്പരകളായി ഒരു സമൂഹമുണ്ടാകും, അയാളുടെ കൂടെ കൂടുന്ന യത്ലൂന കിതാബല്ലാഹി റത്ബൻ, അവർ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യും, അവരുടെ നാവുകൾ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യും, നല്ലതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കും അവർ. ലാ യുജാവിസു ഹനാജിറഹും, പക്ഷേ ആ ഖുർആൻ, അവരുടെ ശബ്ദം ഇങ്ങനെ പുറത്തേക്കുണ്ടാവും, അവരുടെ നാവുകളും അതുപോലെ തന്നെ പല്ലും ഒക്കെ അതിന് ഉപയോഗിക്കുമെങ്കിലും ഇതിന് താഴോട്ട് ആ ഖുർആൻ ഇറങ്ങില്ല. ഖുർആൻ പാരായണം ഇവിടെ മാത്രം, ഇതിന് താഴേക്ക് അതിൻ്റെ ഒരു അനുഭവം, അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവില്ല, അഥവാ ഹൃദയത്തിലേക്ക് അത് എത്തില്ല. ഇതിനപ്പുറത്തേക്ക് മാത്രം വെറും ഉച്ചാരണങ്ങൾ, ശബ്ദങ്ങൾ മാത്രം ആയിരിക്കും അവർക്ക് ഖുർആൻ. യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു സ്സഹ്മു മിനർ റമിയ്യ,
ഒരു വേട്ട നടത്തുന്ന അമ്പെയ്ത് വേട്ടയാടുന്ന ഒരു മനുഷ്യൻ ഒരു വേട്ടമൃഗത്തെ അയാൾ അമ്പെയ്ത് കഴിഞ്ഞാൽ ആ അമ്പ് ആ വേട്ടമൃഗത്തെ തുളച്ച് എപ്രകാരം കടന്നു പോകുന്നു അത്ര സ്പീഡിൽ അവർ ഈ ദീനിൽ നിന്ന് പുറത്തേക്ക് പോകും. യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു അസ്സഹ്മു മിനർ റമിയ്യ. ദീനുമായി അവർക്കൊരു പുലബന്ധം പോലും ഉണ്ടാവില്ല. ഒരു അമ്പ് ഒരു മൃഗത്തിന്റെ ഉടലിൽ കൂടി തുളച്ച് അപ്പുറത്ത് പോകുന്നത് പോലെ അത്ര ഒരു തരത്തിലുമുള്ള ആ അമ്പ് പിന്നീട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും കാണാൻ കഴിയില്ല. അത്രമാത്രം സ്പീഡിൽ ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും. മറ്റൊരു റിവായത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഹദീസിന്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം. ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് പിൽക്കാലത്ത് വന്ന ഒരു അമാന്തര വിഭാഗത്തിന്റെ അതേ സവിശേഷതകൾ പ്രവാചകൻ അവർ ഉത്ഭവിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം. അവർ മുസ്ലിങ്ങളെ ആയിരിക്കും അവർ കൊല്ലുക. ഇന്ന് പോലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ഈ സവിശേഷതകളുള്ള ആ ഒരു ഇസ്ലാമിനുള്ള വ്യതിയാന കക്ഷി ഖവാരിജുകൾ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട അവർ ഇന്ന് അതേ പേരിൽ നിലനിൽക്കുന്നില്ലെങ്കിലും ഖവാരിജിയത്തിന്റെ ആശയങ്ങൾ പേര് നടക്കുന്ന ഒട്ടേറെ തീവ്രവാദ സംഘങ്ങൾ ഇന്നും ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ സവിശേഷത കൂടിയാണത്. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം. ഇസ്ലാമിലെ മുസ്ലിങ്ങളായിരിക്കും അവർ കൂടുതൽ കൊല്ലുക. ഇന്ന് പോലും നമ്മൾ ISIS-ഉമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ എന്നല്ല, അവർ കൊന്നത് മുഴുവൻ മുസ്ലിങ്ങളെയായിരുന്നു. ഖവാരിജിയത്തിന്റെ ആശയങ്ങളും അംശങ്ങളും പേര് ഇന്നും ലോകത്ത് നടക്കുന്ന ഏതൊക്കെ സംഘങ്ങളും ഏതൊക്കെ വ്യതിയാന കക്ഷികളുമുണ്ടോ അവരുടെ ഒക്കെ സവിശേഷത തന്നെയാണ്. അവരേറ്റവും കൂടുതൽ കൊല്ലുക, അവർ മുഴുവൻ കൊല്ലുക മുസ്ലിങ്ങളെ തന്നെയായിരിക്കും. വയദഊന അഹ്ലൽ ഔസാൻ. മറ്റുള്ള ആളുകളെ മുശ്രിക്കുകളെ അല്ലെങ്കിൽ കാഫിറുകളെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ അല്ല അവർ കൊല്ലുക. അവരുമായി അവർക്ക് പ്രശ്നമൊന്നുമില്ല. മുസ്ലിങ്ങളെയാണ് അവർ ഏറ്റവും കൂടുതൽ കൊല്ലുക. യംറുഖൂന മിനൽ ഇസ്ലാം കമാ യംറുഖു അസ്സഹ്മു മിനർ റമിയ്യ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേട്ടമൃഗത്തിലൂടെ അമ്പ് എത്രമാത്രം വേഗതയിലാണോ പോകുന്നത് അതിനേക്കാൾ വേഗതയിൽ അവർ ദീനിൽ നിന്ന് പുറത്തു പോകും. ലഇൻ അദ്റക്തുഹും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ റിപ്പോർട്ടിലാണ് ഈ പറഞ്ഞ എക്സ്ട്രാ വാചകങ്ങളുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാചകങ്ങൾ കേൾക്കുമ്പോൾ അന്ന് കേൾക്കുന്ന സ്വഹാബിമാർ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോയേക്കാം. കാരണം പിന്നെ വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന നല്ല ഖുർആൻ ഓതുന്ന കുറേ ആളുകൾ അവരുമായാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ സ്വഭാവങ്ങളാണ് ഈ എണ്ണി പറയുന്നത്. പ്രവാചകൻ പറയണില്ല ഇൻ അദ്റക്തുഹും. ഞാൻ എങ്ങാനും അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലത്ത് ഞാൻ മരിക്കുന്നതിന് മുമ്പാണ് അവർ പുറപ്പെടുന്നത് എങ്കിൽ ഞാൻ എങ്ങാനും അവരെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ ലഅഖ്തുലന്നഹും ഖത്ല ആദ്. ആദ് സമൂഹത്തെ നശിപ്പിച്ചതുപോലെ ഞാൻ അവരെ കൊല്ലും. അഥവാ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂദ് ഗോത്രങ്ങളെ നശിപ്പിച്ചത് അതിനെക്കുറിച്ചുള്ള ചിത്രം വിശദീകരിച്ചെന്ന് കാണാൻ കഴിയുമല്ലോ. സൂറത്തുൽ ഹാഖയിലൊക്കെ പറഞ്ഞതുപോലെ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അതിൽ എന്തെങ്കിലും ഒരു ശേഷിപ്പുണ്ടായോ എന്ന് പ്രവാചകരെ താങ്കൾ കാണുന്നുണ്ടോ? അഥവാ മുച്ചൂട് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഞാൻ അവരെ മുച്ചൂട് നശിപ്പിക്കുന്നതാണ്, അവരെ മുഴുവൻ ഞാൻ നശിപ്പിക്കുന്നതാണ്, തകർത്ത് തരിപ്പണമാക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി നമുക്ക് കാണാൻ കഴിയും. അതിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നതാണ് ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാലാളുകൾക്ക് ഇങ്ങനെ വീതം വെച്ചു കൊടുത്തു. അപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞ മനുഷ്യൻ, അയാളുടെ പേര് വരുന്നത് ഈ റിപ്പോർട്ടിലാണ്. അതാഹു ദുൽ ഖുവൈസിറ. ദുൽ ഖുവൈസിറ എന്ന പേരുള്ള മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. അയാൾ ബനു തമീം ഗോത്രക്കാരനായിരുന്ന മനുഷ്യനായിരുന്നു. അയാൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇഅ്ദിൽ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ നീതി പാലിക്കണം. നിങ്ങൾ അനീതിയാണ് പ്രവർത്തിച്ചത്, നിങ്ങൾ അതിലോടുകൂടിയല്ല ഈ വീതം വെച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, വൈലക് വമൻ യഅ്ദിൽ ഇല്ലം അഅ്ദിൽ. ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് വേറെ ആരാ നീതി പാലിക്കുക? അല്ലാഹുവിന്റെ പ്രവാചകനായ ഞാൻ അനീതി കാണിക്കുകയാണ് എങ്കിൽ പിന്നെ മറ്റാരാണ് എന്നെ നീതി കാണിക്കുക? ഖദ് ഖിബ്ത വ ഖസിർത ഇല്ലം അഅ്ദിൽ. ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം കഷ്ടം തന്നെ. അപ്പോൾ നീ പറഞ്ഞത് കളവാണല്ലോ, നീ എന്നെക്കുറിച്ച് പറഞ്ഞത് കളവാണല്ലോ. ഞാൻ നീതിപൂർവമാണ് ഈ വീതം വെക്കൽ നടത്തിയിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അല്ലാഹുവിൻ്റെ നിർദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ പ്രവർത്തിക്കുന്നത്. ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ അനീതിയാണ് പ്രവർത്തിച്ചതെങ്കിൽ നീ നശിച്ചത് തന്നെ, നീ നാശത്തിൽ അകപ്പെട്ടത് തന്നെ. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് ഈ റിപ്പോർട്ടിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ വാചകങ്ങൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പിരടി ഞാൻ വെട്ടട്ടെയോ പ്രവാചകരെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാ ഉമർ, വിട്ടേക്ക്.
ഫഇന്ന ലഹു അസ്ഹാബൻ, അയാളുടെ കൂടെ ചില ആളുകൾ ഇനി ഭാവിയിൽ വരാനുണ്ട്. ഈ ഹദീസിൽ വേറെ ചില വിശദീകരണങ്ങൾ കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയത് കാണാൻ കഴിയും. ഫഇന്ന ലഹു അസ്ഹാബൻ, അയാൾക്ക് ചില കൂട്ടാളികളുണ്ടാകും. യഹ്ഖിറു അഹദുക്കും സ്വലാതഹു മഅ സ്വലാതിഹിം, വളരെ ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന പ്രവാചകന്റെ പ്രവചനങ്ങളും കൃത്യമായ ആളുകളുടെ വിശദീകരണങ്ങളുമാണ്. യഹ്ഖിറു അഹദുക്കും സ്വലാതഹു മഅ സ്വലാതിഹിം, സ്വഹാബിമാരോട് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ജീവിക്കുന്ന ഈ ദീനിലെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബിമാരോട് റസൂൽ പറയാണ്, നിങ്ങളെങ്ങാനും അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾ നിസ്കാരമൊക്കെ ഒന്നുമില്ലാന്ന് തോന്നിപ്പോകും. നിങ്ങൾ അവരുടെ നിസ്കാരത്തെ നോക്കി നിങ്ങളുടെ സ്വന്തം നിസ്കാരങ്ങളെ നിസ്സാരമാക്കും. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ, നിസ്കാരത്തരമ്പും അതുപോലെ തന്നെ മറ്റ് വേഷഭാവങ്ങളും ഒക്കെയുള്ള വളരെ ഭയങ്കര ഇബാദത്തുള്ള കുറേ ആളുകൾ. വസിയാമുഹും ആ സിയാമിയും, നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും ഒക്കെ വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഒന്നുമല്ലാന്ന് തോന്നും. ആ നിങ്ങളുടെ നോമ്പുകളെ നിങ്ങൾ നിസ്സാരമാക്കും. അത്രമാത്രം നോമ്പെടുക്കുന്ന ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ, അഥവാ ദീനിൽ തീവ്രതയുള്ള, ദീനിനെ തീവ്രമായി മനസ്സിലാക്കുന്ന അതിരുകവിഞ്ഞ ആളുകളാണ്. അതിലാദ്യമുണ്ടായ ആളുകളാണ് ഖവാരിജുകൾ. അവരെ കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നൽകുന്നത്. പ്രവാചകനെ വരെ തിരുത്താനും പ്രവാചകനോട് വരെ പ്രവാചകരെ താങ്കൾ നീതി പാലിക്കണം എന്ന് പറയാൻ മാത്രം ദീനിൽ അതിരുകവിഞ്ഞ ആളുകൾ. ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഒരു പ്രയോഗമായി പറയാറുള്ളത് പോലെ അള്ളാഹുവിന്റെ റസൂലിനെ വരെ തിരുത്താനും പ്രവാചകരെ നിങ്ങൾ നീതി പാലിക്കണം എന്ന് പറയാനും വരെ തുടങ്ങിയ അതിന്റെ ഖവാരിജിയത്തിന്റെ ആ തുടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ മനുഷ്യൻ ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ സ്വഹാബിമാർക്ക് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു എന്നതാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് പിന്നീട് ഖവാരിജുകൾ ഉടലെടുത്തതും ഖവാരിജുകൾ പൂർണ്ണമായും അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവരുമായുള്ള പല സംഘടനകളും നടന്ന യുദ്ധത്തിൽ അവർ നശിപ്പിക്കപ്പെടുന്നത്. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്റഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹും, അവർ നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇതിന് താഴേക്ക് അതിനൊരു ഫലവും ഉണ്ടാവില്ല. അവർ ഖുർആൻ ഇങ്ങനെ വെറുതെ പാരായണം ചെയ്യുക, ഇതിനപ്പുറത്തേക്ക് അതിൻ്റെ യാതൊരു സ്വാധീനം അവരുടെ ഹൃദയത്തിനോ ഒന്നും ഉണ്ടാകുന്നില്ല. യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ്യ, ഒരു വേട്ടമൃഗത്തിൽ നിന്ന് ആ വേട്ടമൃഗത്തിൽ ശരീരത്തിൽ കൂടി അമ്പ് തുളച്ചു കയറി പോകുന്നത് പോലെ അതിനേക്കാൾ വേഗതയിൽ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു അമ്പ് ഇങ്ങനെ എടുത്ത് ഒരു വേട്ടമൃഗത്തോടെ വളരെ ശക്തമായി വളരെ സ്പീഡിൽ പോയ അമ്പ്, എന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ പറയണം, ആ അമ്പ് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുനയുള്ള ഭാഗം എന്തെങ്കിലും വേണം, രക്തം ഒന്നും കാണില്ല. കാരണം അമ്പ് അത്ര സ്പീഡിലാണ് പോവുക. ഒരു ജീവിയുടെ ശരീരത്തിൽ കൂടി തുളച്ചു കയറിപ്പോയാൽ അതിനുള്ളിലെ രക്തവും അതുപോലെ തന്നെ ആ ജീവിയുടെ മറ്റു പല ശരീരത്തിനുള്ളിൽ കൂടിയാണ് അത് പോകുന്നതെങ്കിൽ പോലും ആ അമ്പിലൊന്നും കാണില്ല. കാരണം അമ്പ് അത്ര വേഗതയിലാണ് തൊടുത്തു വിടുന്നത്. ആ അമ്പിന്റെ മുന നോക്കൂ, ഒന്നും കാണില്ല. റസൂൽ വിശദീകരിക്കണം, ആ അമ്പിന്റെ മുന യുൻദറു ഇലാ നസ്ലിഹി ഫലാ യൂജദു ഫീ ഷൈ, ആ അമ്പിന്റെ മുന നോക്കിയാൽ ഒന്നും കാണില്ല. അത് ദീനിൽ അവർ എവിടെ നോക്കിയാലും ദീനൊന്നും കാണില്ല. ഇത്രയേറെ സംഗതികളൊക്കെ ഉണ്ടാവും, നിസ്കാരവും നോമ്പ് ഖുർആൻ പാരായണം ഒക്കെ ഉണ്ടാവും, പക്ഷേ ദീനിൽ നിന്നൊരു അംശം കൂടി ഉണ്ടാവില്ല. തുമ്മ യുൻദറു ഇലാ റിസാഫിഹി ഫലാ യൂജദു ഫീ ഷൈ, പിന്നെ ആ അമ്പിന്റെ മുൻഭാഗം, ആ മുനയുടെ തൊട്ട് പിറകെയുള്ള ഭാഗം, അവിടെ നോക്കിയാലും അതിന്റെ രക്തമോ ഒന്നും കാണാൻ കഴിയില്ല. തുമ്മ യുൻദറു ഇലാ നദിഹിഹി ഫലാ യൂജദു ഫീ ഷൈ, പിന്നെ ആ അമ്പിന്റെ ആ കമ്പ്, ആ എന്തുകൊണ്ടാണോ തടിയുടെ ആ ഭാഗം, ആ നീളമുള്ള ഭാഗം, അത് നോക്കിയാലും ഒന്നും കാണില്ല. തുമ്മ യുൻദറു ഇലാ ഖുദദിഹി ഫലാ യൂജദു ഫീ ഷൈ, പിന്നെ അമ്പിന്റെ ആ വായുവിലൂടെയുള്ള അമ്പിന്റെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അറ്റത്ത് തൂവലുകൾ ഘടിപ്പിക്കാറുണ്ട് ഈ ബേക്ക് ഭാഗത്ത്. ആ തൂവലുകൾ പരിശോധിച്ചാലും ഒന്നും കാണില്ല. അപ്പോൾ ഒരു അമ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിന് മറ്റൊന്നും കാണില്ല, പക്ഷേ അത് വേട്ടമൃഗത്തിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടാകും. അതുപോലെ തന്നെ സബഖൽ ഫർസ വദ്ദം, ആ ജീവിയുടെ ഉള്ളിൽ കൂടി രക്തവും ആ ജീവിയുടെ ഉള്ളിലുള്ള കാഷ്ടവും അതുപോലെ തന്നെ അതിന്റെ ഉദരത്തിൽ കൂടി ഒരുപക്ഷെ ആ അമ്പ് കടന്നു പോയിട്ടുണ്ടാകും, പക്ഷെ അതിന്റെ അടയാളങ്ങളൊന്നും ആ അമ്പിൽ കാണില്ല. അതുപോലെ ഈ ദീൻ ഇങ്ങനെ നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ഒക്കെ ഇങ്ങനെ പുറമേ ഇങ്ങനെ കാണുമെങ്കിലും ദീനിൽ നിന്നൊരു അംശവും അവരിൽ ഉണ്ടാവില്ല. അതുമാത്രമല്ല, പിൽക്കാലത്ത് അവരുമായി മുസ്ലിം സമൂഹം യുദ്ധം ചെയ്യുമെന്നും അതിൽ മുസ്ലിങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ആളുകൾ, അതിൽ ഒരു മനുഷ്യനുണ്ടാകുമെന്നും ആ മനുഷ്യന്റെ ശാരീരിക സവിശേഷതകൾ ഇന്നതിന്നതായിരിക്കും എന്നുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ആ സദസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുഹും റജുലുൻ അസ്വദ്, അവരെ മനസ്സിലാക്കാനുള്ള ഒരു അടയാളമുണ്ട്. അതൊരു കറുത്ത നിറമുള്ളൊരു മനുഷ്യനായിരിക്കും.
ഇഹ്ദാ അദുദൈഹി മിസ്ല സദിയിൽ മർഅ, ഒരു സ്ത്രീയുടെ സ്തനം പോലെയുള്ള കൈയുള്ള ഒരു മനുഷ്യൻ. അഥവാ കൈ പകുതി മുറിഞ്ഞു പോയി, ഈ മുഴം കൈ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, ബാക്കിയുള്ള കൈ ഒരു സ്ത്രീയുടെ സ്തനം പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു, അങ്ങനെ കണ്ടാൽ അങ്ങനെ തോന്നുന്ന ഒരു കറുത്ത നിറമുള്ളൊരു മനുഷ്യൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. യഖ്റുജൂന അലാ ഹീനി ഫുർഖത്തിൻ മിനൻ നാസ്, ജനങ്ങൾ മുസ്ലിങ്ങൾ ഭിന്നതയിലായിരിക്കുമ്പോഴാണ് ഈ ഖവാരിജുകൾ ഉടലെടുക്കുക. അതുപോലെ തന്നെ അത് പിന്നീട് സംഭവിച്ചു. ഈ റിപ്പോർട്ട് ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. അഷ്ഹദു അന്നി സമിഅതു ഹാദാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ റിപ്പോർട്ട്, ഇപ്പോൾ ഞാൻ വായിച്ച റിപ്പോർട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന അബൂ സഈദ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാതലഹും വഅന മഅഹു. പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഖിലാഫത്ത് കാലത്ത് അലി റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവരുമായി അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു എന്നതിനും ഞാൻ സാക്ഷിയാണ്. അപ്പോൾ ആ യുദ്ധം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്ന് നമുക്ക് ചെയ്തത് കാണാൻ കഴിയും. ഇങ്ങനൊരു മനുഷ്യൻ അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് പേടിയായിരുന്നു. ഒരുപക്ഷെ തൻ്റെ ഭാഗത്തല്ല സത്യമെങ്കിൽ, കാരണം അപ്പുറത്തുള്ളത് മുസ്ലിങ്ങൾ ആണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനൊരു മനുഷ്യനുണ്ടോ എന്ന് ആളുകളോട്, തൻ്റെ കൂട്ടത്തിൽ വന്ന സൈനികരോട് അലി റളിയല്ലാഹു അൻഹു പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഇങ്ങനൊരു മനുഷ്യനോട് കൂട്ടത്തിലുണ്ടോ? അപ്പം അങ്ങനെ ആ സൈന്യത്തിൽ പോയി അന്വേഷിച്ചു, അവിടെ തെരഞ്ഞു. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇതേ വിശേഷണങ്ങളുള്ള മനുഷ്യൻ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ഹത്താ നദർതു ഇലൈഹി അലാ നഅതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ നഅത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വിശേഷണങ്ങളും ആ മനുഷ്യനിൽ ഞാൻ കണ്ടു. ഓരോ പ്രവാചകൻ എന്തൊക്കെ പറഞ്ഞു അതൊക്കെയുള്ള ആ കൈയുടെ സവിശേഷത, ആ മനുഷ്യന്റെ നിറം ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഞാൻ മനുഷ്യനിൽ കണ്ടു. ഇത് പിന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടപ്പോൾ, ഈ മനുഷ്യനെ കൂടി കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു അന്ന് ശുക്രിന്റെ സുജൂദ് ചെയ്തു എന്നാണ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ശരിയായ ഭാഗത്താണല്ലോ, അപ്പുറത്തുള്ളത് ഈ മനുഷ്യൻ ഉൾക്കൊണ്ടു എന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ അന്ന് പ്രവചിച്ച ഈ പറഞ്ഞ ആളുകൾ അപ്പുറത്താണല്ലോ, ഞാൻ സത്യത്തിന്റെ കൂടെയാണല്ലോ എന്നറിഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശുക്രിന്റെ സുജൂദ് ചെയ്തു എന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന് മുസ്നദ് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇവരുടെ ചില വിശേഷണങ്ങൾ ഈ ഹദീസിൽ വന്നല്ലോ, അതിന്റെ മറ്റു പല റിപ്പോർട്ടുകളിൽ വേറെ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയത് കാണാൻ കഴിയും. അതിലൊന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ റിവായത്തിൽ സീമാഹും അത്തഹാലുഖ്, അവരുടെ ഒരു അടയാളം എന്ന് പറയുന്നത് തല മുഴുവൻ മുണ്ടനം ചെയ്യുക, മൊട്ടയടിക്കുക എന്നത് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വാചകം ഹും ശർറുൽ ഖൽഖി അല്ലെങ്കിൽ ഔ മിൻ അശർജിൽ ഖൽഖി യഖ്തുലുഹും അദ്ന ത്വായിഫതൈനി ഇലൽ ഹഖ്. ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും അവരെ വധിക്കുക, അവരെ പരാജയപ്പെടുത്തുക സത്യത്തോട് ഏറ്റവും അടുത്ത ആളുകളുമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ തകൂനു ഫി ഉമ്മത്തി ഫിർഖതാൻ, എൻ്റെ ഉമ്മത്തിൽ തന്നെ രണ്ട് കക്ഷികൾ ഉണ്ടാകും. ഫയഖ്റുജു മിൻ ബൈനിഹിമാ മാരിഖത്തുൻ, ഈ രണ്ടിനും ഇടയിൽ നിന്ന് വേറൊരു രൂപം. മാരിഖ എന്ന് പറഞ്ഞാൽ തെറിച്ചു പോകുന്നവർ എന്നാണ് അർത്ഥം. ഒരു തെറിച്ചു പോകുന്ന അതിതീവ്രമായ ഒരു വിഭാഗം ഉണ്ടാകും. യലി ഖത്ലഹും ഔലാഹുമാ ബിൽ ഹഖ്, ഈ രണ്ട് കക്ഷികളിൽ നിന്ന് സത്യത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവരായിരിക്കും ഈ പറഞ്ഞ ആളുകളെ വധിക്കുക എന്ന് ആ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ എന്താണ് അവരുടെ സവിശേഷതകൾ, എന്താണ് അവരുടെ അടയാളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സീമാഹും അത്തഹ്ലീഖ്, അവരുടെ അടയാളം തല മുഴുവൻ മൊട്ടയടിക്കുന്നതാണ് എന്ന് പറഞ്ഞതായും നമുക്ക് കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഇതിൻ്റെ വിവിധ റിപ്പോർട്ടുകൾ ജാബിർ റളിയല്ലാഹു അൻഹു നിന്നും ഒക്കെ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ചില പണ്ഡിതന്മാരെങ്കിലും ഒരു കാരണവുമില്ലാതെ തല മൊട്ടയടിച്ചൊരു നടക്കുന്നത് കറാഹത്ത് എന്ന് അങ്ങനെയുള്ള പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഏതാണെന്ന് തല ഒരു ദീനിന്റെ ഭാഗമായി, ദീനിൽ എന്തെങ്കിലും ഒരു സവിശേഷതയുണ്ട്, കുറച്ചുകൂടി ദീനിയായി നടക്കാൻ വേണ്ടി ഒരു ഇബാദത്ത് എന്നൊക്കെയുള്ള നിലയിൽ മൊട്ടയടിക്കുന്നത് ഏതായാലും നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു റസൂൽ ഇത് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബിമാരുടെയോ സലഫുകളായ സലഫു സ്വാലിഹുകളുടെ മുൻഗാമികളുടെ രീതി ഒരു ദീനിന്റെ ഭാഗമായി ഇങ്ങനെ തല മൊട്ടയടിച്ച് നടക്കുക എന്നതായിരുന്നില്ല. അവർക്ക് മുടി വളർത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ സമയത്ത് ഒക്കെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കൃത്യമായി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബിമാരുടെയോ ഒരു ചര്യയായിരുന്നില്ല ഇങ്ങനെ മുടി എപ്പോഴും മൊട്ടയടിച്ച് നടക്കുക എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. അതിന് നേരെ വിരുദ്ധമായിരുന്നു പ്രവാചകന്റെ ചര്യ എന്ന്. ഹജ്ജിന്റെ സമയത്തും മറ്റുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കൃത്യമായി അത് പരിപാലിച്ച് കെട്ടിവെച്ച് തലപ്പാവ് കെട്ടി യാത്ര ചെയ്യുമ്പോൾ മുടിയിൽ പൊടിയും മറ്റും കയറി ജട പിടിക്കാതിരിക്കാനായി ശ്രദ്ധിച്ചിരുന്നതൊക്കെ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നാലും സ്വഹാബിമാരുടേതായിരുന്നാലും സലഫുസ് സ്വാലിഹികളായ മുൻഗാമികളുടേതായാലും മുടി സാധാരണ പോലെ വളർത്തുക എന്നതായിരുന്നു അവരുടെ രീതി. ഒരു പ്രത്യേകിച്ചൊരു ദീനിന്റെ ഭാഗമായി ഖവാരിജുകളൊക്കെ ചെയ്തിരുന്നത് പോലെ പറയുന്നത് പോലെ ഒരു കുറച്ചുകൂടി ദുനിയാവിനുള്ള വിരക്തിയൊക്കെ കാണിക്കാനായി മുടി പൂർണ്ണമായി മൊട്ടയടിച്ച് നടക്കുക, ഒരു സുഹൃദിന്റെ ഭാഗമായി അത് അലങ്കാരങ്ങളും അതുപോലെ തന്നെ ജീവിത സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു പടച്ചവരിലേക്ക് അടുക്കാനൊക്കെ അങ്ങനെ മൊട്ടയടിച്ച് നടക്കുക, അത് ദീനിൽ ഇല്ലാത്തതാണ്, അത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഈ സംഭവം അതുപോലെ തന്നെ മറ്റ് നിരവധി സംഭവങ്ങളുമൊക്കെ ഹദീസുകളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ ഒരു അടയാളവും അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ഹദീസിൽ നിന്നും സംഭവത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി എടുക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഈ ഒരു യമനിൽ നിന്നുള്ള ഈ ഗനീമത്തിന്റെ വീതം വെക്കലുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ സമാനമായി തന്നെ പറയുന്ന പോലെ പിൽക്കാലത്ത് അലി റളിയല്ലാഹുവിന്റെ കാലത്ത് ഉടലെടുക്കുകയും അലി റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ പൂർണ്ണമായി പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്ത ഖവാരിജുകൾ എന്ന ഇസ്ലാമിക ലോകത്തെ വേണമെങ്കിൽ ഒന്നാമത്തെ തുടക്കത്തിൽ തന്നെ ഒന്നാമത്തെ ഒരു അവാന്തര വിഭാഗം എന്ന് പറയുന്ന ആളുകൾ, അവരുടെ സവിശേഷതകളും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് മുൻപേ തന്നെ സ്വഹാബിമാരെ അറിയിക്കുകയും അതുകൊണ്ട് തന്നെ സ്വഹാബിമാർക്ക് അവർ ഉടലെടുത്തപ്പോൾ കൃത്യമായി അവരെ മനസ്സിലാക്കാൻ സാധിക്കുകയും അത് ഈ ദീനിൽ ഇങ്ങനെ തീവ്രത കാണിക്കുക, അതിരുകവിഞ്ഞ് ഒരു പ്രവർത്തിക്കുക എന്നത് അത് ശരിയായ ഇസ്ലാം അല്ല എന്ന് കൃത്യമായി അവർ സമൂഹത്തെ പഠിപ്പിച്ചു പോരുകയും ഒക്കെ ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഇത് പല സന്ദർഭങ്ങളിൽ പല രൂപത്തിൽ ഇത് വരുന്നത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ എന്ത് കൽപ്പിച്ചോ അത് അവിടെ തന്നെ നിൽക്കാനുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി നല്ല ആളായി മാറിക്കളയാം, കുറച്ചുകൂടി നന്മ അധികരിപ്പിച്ചു കളയാം എന്ന് കരുതി ദീനിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് എപ്പോഴും ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതിനെ നയിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഈ ഹദീസിൽ മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന ബിദ്അത്തുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. പള്ളിയിൽ ഇരുന്ന് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു ദിക്ർ ഹൽക്കുകൾ ആരംഭിച്ച ഒരു കൂട്ടം ആളുകളുടെ സംഭവം. അത് നടക്കുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഒക്കെ ജീവിച്ചിരിക്കുന്ന ആ സമയത്താണ്. അദ്ദേഹമാണ് ആ പള്ളിയിൽ കയറി ചെല്ലുന്നതും അവരെ തിരുത്തുന്നതും ഒക്കെ. അങ്ങനെ നിസ്കാരത്തിന് ജമാഅത്ത് നിസ്കാരത്തിനോട് കാത്തിരിക്കുമ്പോൾ ഒരു കുറേ ആളുകൾ വട്ടത്തിലിരുന്നു ഹൽക്കകൾ ഉണ്ടാക്കി. എന്നിട്ട് ഓരോ ഹൽക്കയിലും ഒരു നേതാവ് ഉണ്ടാവും. ആ നേതാവ് പറയും കബ്ബിറൂ മിഅ, 100 തക്ബീർ. അപ്പോൾ ആളുകളൊക്കെ ഒരു 100 തക്ബീർ ചൊല്ലും. സബ്ബിഹൂ മിഅ, 100 തസ്ബീഹ് എന്ന് അയാൾ ഇങ്ങനെ ഉച്ചത്തിൽ പറയും. അപ്പോൾ ആളുകളൊക്കെ ഒരു 100 തസ്ബീഹ് ചൊല്ലും. ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരാൾ. അപ്പോൾ ഇത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അദ്ദേഹം ആ പള്ളിയിലേക്ക് കയറി ചെന്നു. അദ്ദേഹം ആ പള്ളിയിലേക്ക് കയറി ചെന്ന് ഈ ആളുകളോട് ചോദിക്കുന്നത് തന്നെ വളരെ രൂക്ഷമായ പ്രതികരണമാണ് അദ്ദേഹം അവരോട് നടത്തുന്നത് കാണാൻ കഴിയുന്നത്. മാ അസ്റഅ ഹലകതികും വൈലകും യാ ഉമ്മത മുഹമ്മദ്, മാ അസ്റഅ ഹലകതികും, അല്ലയോ പ്രവാചകന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നാശത്തിലേക്ക് അടുക്കുന്നത് എന്നാൽ അദ്ദേഹം ഓരോ കാര്യങ്ങളും എണ്ണിപ്പറയുന്നത് കാണാൻ കഴിയും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ ഉടുപ്പുകൾ, പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അത് ഇതുവരെയും നുരമ്പിപ്പോയിട്ടില്ല. വാനിയതുഹു ലം തുക്സർ, പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ അത് ഉടഞ്ഞു പോകാറൊന്നുമായിട്ടില്ല. അഥവാ അല്ലാഹു റസൂൽ മരിച്ചത് ഈ അടുത്താണ്. വഹഉലാഇ സ്വഹാബത്തു നബിയിക്കും മുതവാഫിറൂൻ. അത് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് നേരിട്ട് ദീന് പഠിച്ചു മനസ്സിലാക്കിയ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ സ്വഹാബിമാർ എത്രയോ ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരാളോടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു, ഒരാളോടെങ്കിലും ഈ പറഞ്ഞൊരു പുതിയൊരു കർമ്മം ഇസ്ലാമിൽ ഉണ്ടാക്കുന്നതിന് മുൻപ് എന്തോ ആയിക്കോട്ടെ, ദിക്ർ ഹൽക്ക ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് അത് ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കാൻ പാടില്ലായിരുന്നു. അത് കൃത്യമായി ഇവിടെ എത്രയോ സ്വഹാബിമാരുണ്ടായിരുന്നു.
അദ്ദേഹം അതിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു പുതുതായി ബിദ്അത്ത് ഇസ്ലാമിൽ ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങളുടെ ഉദ്ദു സയ്യിആത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തിന്മകളെയും പാപങ്ങളെയും ഒക്കെ ഇങ്ങനെ എണ്ണം പിടിച്ചിങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നെങ്കിൽ അതായിരുന്നു നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ ഇങ്ങനെ എണ്ണം പിടിച്ച് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന ഹൽക്ക ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പടച്ചവനടുത്ത് കുറ്റമൊന്നും കിട്ടാനില്ല. പക്ഷെ ഒരു നന്മ എന്ന പേരിൽ നിങ്ങൾ പുതുതായി ഇങ്ങനെ ഒരു ബിദ്അത്ത് ദീനിൽ ഉണ്ടാക്കുന്നു, അത് പടച്ചവനടുത്ത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ വന്ന് വളരെ പെട്ടെന്ന് പറയുന്നത് കാണാൻ കഴിയും. യാ അബൂ അബ്ദുറഹ്മാൻ, അല്ലയോ അബൂ അബ്ദുറഹ്മാൻ, മാറദിന ഇല്ലൽ ഖൈർ, നല്ലതല്ലാതെ നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ദിക്റാണ്, നല്ലതാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് കാണാൻ കഴിയും. കം മിൻ മുരീദിൽ ലിൽ ഖൈർ ലം യുസിബ്, എത്രയോ ആളുകൾ നല്ലതാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്, പക്ഷെ അവർ ചെയ്യുന്നത് നല്ലതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് ദീന് പഠിച്ചൊരു സ്വഹാബിയും ഇസ്ലാമിൽ പോരാ എന്ന് തോന്നി പുതിയ പുതിയ നന്മകളും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരല്ലാത്ത അറിവ് കുറഞ്ഞ ഇത്തരം ആളുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ആ സംഭവം ഉദ്ധരിച്ചു. ആ സംഭവം കഴിഞ്ഞു. അദ്ദേഹം അവരെ രൂക്ഷമായി ആക്ഷേപിക്കുകയും അത് പോകാൻ പറയുകയും ചെയ്തു. ആ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം ആ സംഭവം ഉദ്ധരിക്കുന്നതിൽപ്പെട്ട പിൽക്കാലക്കാരിൽപ്പെട്ട അമ്ർ ബിൻ സലമ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, പള്ളിയിലിരുന്ന് ഈ പറഞ്ഞ ഒരു പുതിയൊരു ഹലക്ക തുടങ്ങിയ ആളുകൾ, അവരെ ചരിത്രത്തിൽ പിന്നീട് ഒരിക്കൽ കൂടി അവരെ നമ്മൾ കണ്ടു. അത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തന്നെ നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിലെ വാചകങ്ങൾ ഉപയോഗിച്ച് അവരെ വിമർശിക്കുന്ന കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞ ആളുകൾ അത് നിങ്ങളാവാൻ തന്നെയാണ് ചാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടി അദ്ദേഹം അന്ന് ഉൾപ്പെടുത്തിയത് കാണാൻ കഴിയും. ഈ അമ്ർ ബിൻ സലമ എന്ന് പറയുന്ന പണ്ഡിതൻ പിന്നീട് പറഞ്ഞു, മുസ്ലിം സമൂഹം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിമാരൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആ പള്ളിയിലിരുന്ന ആളുകളെ പിന്നീട് ഒരിക്കൽ കൂടി കണ്ടു. അന്ന് ആ പള്ളിയിലിരുന്ന് ഇങ്ങനെ നല്ലതാണ് അല്ലേ നമ്മൾ ചെയ്യുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയോട് ന്യായം പറഞ്ഞ ആളുകളെ പിന്നീട് ഒരിക്കൽ കണ്ടു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നഹ്റുവാൻ യുദ്ധത്തിൽ, ഖവാരിജികളോടൊപ്പമുള്ള നഹ്റുവാൻ യുദ്ധത്തിൽ സ്വഹാബികൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ സൈന്യം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ സ്വഹാബിമാരെ കാഫിറാണ് എന്ന് വിധിച്ചുകൊണ്ട് സ്വഹാബിമാരെ കൊല്ലാൻ വേണ്ടി കുന്തവുമെടുത്ത് ശത്രുപക്ഷത്ത് അതിൽ അന്ന് പള്ളിയിലിരുന്ന അധികം ആളുകളെ ഞാൻ കണ്ടു. അത് ചരിത്രത്തിൽ നടക്കുന്ന, ഞാൻ ഈ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അത് അതേപടി മനസ്സിലാക്കുന്നതിലും അതല്ലാത്ത ഒരാളിലും അതല്ലാതെ വേറെ ഏതെങ്കിലും സ്രോതസ്സിലൂടെ ദീൻ മനസ്സിലാക്കുന്നത് തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസമാണ്. റസൂലിൽ നിന്ന് പഠിച്ച ദീൻ പഠിച്ച ഒരു സ്വഹാബിയും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എത്രയോ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്നു, ഒരാൾ പോലും അവരുടെ കൂട്ടത്തിലില്ലല്ലോ. നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നല്ലോ. സ്വന്തമായി ദീനിനെ വേറെ എന്തോ ഒന്നായി മനസ്സിലാക്കുകയും തീവ്രമായി മനസ്സിലാക്കുകയും അതിരുകവിയുകയും ചെയ്ത ആളുകൾ എത്തിപ്പെടുന്നത് അവസാനം ദീനിൽ അതിരുകവിഞ്ഞ് ദീൻ കൂടുതലാവുകയല്ല, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോവുകയാണ് അതിലൂടെ ഉണ്ടാവുന്നത് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ വളരെ കൃത്യമായി മധ്യമ നിലപാടോടുകൂടി ഇസ്ലാമിനെ മനസ്സിലാക്കിയവരും ഇസ്ലാമിനെ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ആളുകളുമായിരുന്നു എന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായിരുന്നാലും ഇത് ഈ ഇടയ്ക്ക് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അലി റളിയല്ലാഹു അൻഹു യമനിൽ അദ്ദേഹം ചുമതലയേറ്റുപോയി എന്നതിന്റെ സന്ദർഭത്തിലാണ് നമ്മളിതൊക്കെ സൂചിപ്പിക്കുന്നത്. പിന്നെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ ഏകദേശം കുറേ കാലം താമസിച്ചു. ഈ ഹിജറ 10 തന്നെയുള്ള ഹജ്ജ് വർഷാവസാനമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാ, അതിൽ ആണ് ആ സമയത്താണ് മാസങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു മടങ്ങി വരുന്നത്. അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി നേരത്തെ പറഞ്ഞ ഹമദാൻ ഗോത്രം പോലെയുള്ള വലിയ ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ആ ഖാലിദ് റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹത്തിന് പരിശ്രമങ്ങൾ കൊണ്ട് നടക്കാത്തൊരു സംഗതിയായിരുന്നു. അലി ബിൻ അബി ത്വാലിബിലൂടെ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അലി റളിയല്ലാഹു അൻഹു ഈ ഹമദാൻ ഗോത്രത്തിന്റെ ഇസ്ലാം സ്വീകരണം വാർത്തയറിയിക്കാൻ വേണ്ടി എഴുത്തയച്ചു. അത് അറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രിന്റെ സുജൂദ് നിർവഹിച്ചു എന്നിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് സുജൂദിൽ നിന്ന് തലയുയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലാ ഹംദാൻ, അസ്സലാമു അലാ ഹംദാൻ. അത്ര നാൾ എതിർത്ത് നിന്ന വലിയ ഗോത്രമായ ഹംദാൻ, അവർക്ക് സമാധാനം, ഹമദാൻ ഗോത്രത്തിന് സമാധാനം, ഹമദാന് സമാധാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ 10-ാം വർഷത്തിലെ സുപ്രധാനമായ
പ്രധാനപ്പെട്ട 1-2-3 സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി സൂചിപ്പിച്ചത്. ഇനി ഈ വർഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇനി ബാക്കിയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആദ്യത്തെയും അല്ലെങ്കിൽ അവസാനത്തെയും ഒരേ ഒരു തവണ നടന്ന ഹജ്ജത്തുൽ വദാ അല്ലെങ്കിൽ ഹജ്ജത്തുൽ ബലാഗ് എന്ന പലവിധ പേരുകളിൽ അറിയപ്പെടുന്ന പ്രവാചകന്റെ ഹജ്ജ്, അത് ഹിജ്റ 10-ാം വർഷത്തിലായിരുന്നു. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ആ യാത്രയിലേക്കും കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ ദീൻ മനസ്സിലാക്കുന്നിടത്തുള്ള കൃത്യമായ മനസ്സിലാക്കലുകൾ, സ്വഹാബി വര്യന്മാർ ദീനിനെ മനസ്സിലാക്കിയതും പ്രബോധനം ചെയ്തതുമായ ആ പ്രവർത്തന രീതികൾ ഒക്കെയും മനസ്സിലാക്കാനും ഗുണകാംക്ഷയോടുകൂടി ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനും തൗഹീദ് പ്രബോധനം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.